ഇവിടെ നമ്മൾ മറ്റൊരു ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്, ക്വാസി കോൺട്രാക്റ്റ്. നിങ്ങൾക്ക് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കി തരാം. ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. എ കോൺട്രാക്റ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് എ കോൺട്രാക്റ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമം പറഞ്ഞിട്ട്, അതായത് നിയമപരമായിട്ട് അങ്ങനെ ചെയ്തേ മതിയാകൂ, നിയമപരമായിട്ട് അങ്ങനെ ചെയ്തേ മതിയാകൂ എന്നുള്ളത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം ആദ്യം അങ്ങ് പറയാം, അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരാം. നോക്കവിടെ ഫോർ എക്സാമ്പിൾ ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത്, എക്സ് ഹാസ് ഫോർഗോട്ടൺ ഹിസ് ബാഗ് കണ്ടെയ്നിങ് സർട്ടൻ ട്രേഡിംഗ് ആർട്ടിക്കിൾസ് അറ്റ് വൈസ് ഷോപ്പ് ബൈ മിസ്റ്റേക്ക്. വൈ ഈസ് അണ്ടർ ലീഗൽ ഒബ്ലിഗേഷൻ ടു റിട്ടേൺ ദം ടു എക്സ്. എക്സ് വൈൻ്റെ കടയിൽ വന്ന് എന്തൊക്കെയോ സാധനമൊക്കെ മേടിച്ച് തിരിച്ചു പോകുമ്പോൾ എക്സിനോട് എക്സിൻ്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. അതിലെന്തൊക്കെ വില പിടിച്ച സാധനമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ വൈയുടെ ഷോപ്പിലാണ് ആ എക്സിൻ്റെ ബാഗ് ഉള്ളത്. സ്വാഭാവികമായിട്ടും വൈ ഈസ് റെസ്പോൺസിബിൾ. എന്തിന്? അല്ലെങ്കിൽ വൈക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഉത്തരവാദിത്തമുണ്ട്. എന്തിന്? അത് തിരിച്ച് കൃത്യമായിട്ട് വൈക്ക് എക്സിന് തന്നെ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറഞ്ഞത്. ഇനി ആ ബ്രാക്കറ്റ് മുകളിൽ എഴുതിയ നോക്ക്, എ കോൺട്രാക്റ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുന്നൊന്നുമില്ലേ, അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ നിയമം അനുശാസിക്കുന്നത് കൊണ്ട് അത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതനാകുകയാണ്. ഇപ്പോൾ എക്സിൻ്റെ സാധനം എൻ്റെ കടയിൽ വെച്ച് മറന്നതുകൊണ്ട് എനിക്കത് സ്വന്തമായിട്ട് എടുത്ത് എനിക്ക് തരൂല എന്നൊന്നും പറയാൻ പറ്റില്ല. നിയമപരമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, നിയമം നമ്മളോട് എൻഫോഴ്സ് ചെയ്യാണ്, നിർബന്ധിക്കുകയാണ്. എന്ത്? അത് തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കണം, അല്ലേ? അതാണെന്ത്? കോൺട്രാക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ക്വാസി മീൻസ് അത് നോക്കുക, ആ വരഞ്ഞു വെച്ചത്. ക്വാസി മീൻസ് ടു ആൻ സർട്ടൻ എക്സ്റ്റെൻറ്റ്, പരിധി വരെ, ഒരു നിശ്ചിത ഇതുവരെ, ഓർ ഓൾമോസ്റ്റ്, ഏകദേശം, മുഴുവനായിട്ട്, അങ്ങനെയൊക്കെ പറയാം. ആസ് ഇഫ് ഇറ്റ് വേർ ക്വാസി കോൺട്രാക്റ്റ് ആർ ഓൾസോ കോൾഡ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ്. ഇവിടെ ഒരു മേക്കിംഗ് നടത്തുകയാണ്, ഒരു കോൺട്രാക്റ്റ്. ഇത് ലീഗലി പറയുമ്പോഴാണ് ഇത് കോൺട്രാക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇവിടെ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ഈ ഡീലിങ്സ് നടത്തുന്നൊന്നുമല്ല. പക്ഷേ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്ന ഇതിൻ്റെ പരിധിയിലാണ് ഈ എക്സാമ്പിൾ പറഞ്ഞ പ്രകാരമുള്ള സംഗതി നടന്നു കഴിഞ്ഞാൽ അത് പെടുക. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ക്വാസി കോൺട്രാക്റ്റ് എന്നാണ് ഇത്തരം ഘട്ടത്തിൽ അതിനെ പറയും. മനസ്സിലായല്ലോ? ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അതാണ് ഞാൻ ഏറ്റവും മുകളിൽ ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, പക്ഷേ മുകളിൽ ഞാൻ എഴുതി വെച്ച നോ സച്ച് എഗ്രിമെൻറ്റ്, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒന്നും വെക്കുന്നില്ല. ബട്ട് ലീഗലി അത് അങ്ങനെയാണ്. മനസ്സിലാക്കിയോ? അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു സാധനം, ഇതിൻ്റെ ഒന്ന് രണ്ട് എസെൻഷ്യൽസും കൂടെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്, ക്വാസി കോൺട്രാക്റ്റിൻ്റെ ചില ഫീച്ചേഴ്സ്. ദിസ് കോൺട്രാക്റ്റ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്. ഇത് ആക്ച്വലി ഉള്ളൊരു കോൺട്രാക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? രണ്ടുപേരും ചേർന്നിട്ട് മേക്കിംഗ് നടത്തുന്ന ഒരു കോൺട്രാക്റ്റ് ഒന്നുമല്ല. അത് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബട്ട് ആൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു റിയൽ കോൺട്രാക്റ്റ് അല്ല. ഇനി രണ്ടാമത്തെ, ഇറ്റ് ഡസ് നോട്ട് അറൈസ് ഫ്രം എനി എഗ്രിമെൻറ്റ്. ഇത് ഏതെങ്കിലും എഗ്രിമെൻറ്റ് പ്രകാരം അല്ല തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞിട്ടുള്ള അതേ പോയിൻ്റ് തന്നെയാണത് ഒരു തരത്തിൽ പറഞ്ഞാൽ. ബട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റീവ് ഓർ ക്രിയേച്ചർ ഓഫ് ലോ. നിയമം സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷനാണത്. ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ഇംപ്ലൈഡ് ഇൻ ലോ. നിയമം പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു കോൺട്രാക്റ്റാണ് ഇത്. ഇനി മൂന്നാമത്തെ നോക്ക്, എ ക്വാസി കോൺട്രാക്റ്റ് അറൈസ് ഫ്രം ഡ്യൂട്ടി ഓഫ് എ പാർട്ടി ആൻഡ് നോട്ട് ബൈ പ്രോമിസ് ഓഫ് എനി പാർട്ടി. അതൊരു ഡ്യൂട്ടിയാണ്, ഒരു പ്രോമിസ് അല്ല. ഓക്കെ, അത് മറ്റേ ആൾ പ്രോമിസ് ചെയ്താണോ?
ഞാൻ തിരിച്ചു തരാമെന്ന്. ഓൾറെഡി ആദ്യമേ പ്രോമിസൊക്കെ ചെയ്തിട്ടാണോ തിരിച്ചു കൊടുക്കുന്നത്? അല്ല, നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു കോൺട്രാക്റ്റും അല്ല ഒരു എഗ്രിമെൻറ്റൊന്നും അവർ തമ്മിൽ വെച്ചിട്ടൊന്നുമില്ല, ഒരു കരാറൊന്നുമില്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ഡ്യൂട്ടിയാണ്, ഒബ്ലിഗേഷനാണ് തിരിച്ച് അദ്ദേഹത്തിന് അത് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. ഓക്കെ, ആ 3 പോയിൻ്റ് നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അത് സിമ്പിൾ പോയിൻ്റ് ആയതുകൊണ്ട് ഞാനത് എന്ത് ചെയ്താ, അത് മാത്രം അവിടെ അടയാളപ്പെടുത്തിയാണ് നമുക്ക് എളുപ്പത്തിന്. ഓക്കെ, അത് മതി. ഇനി മറ്റൊരു ചെറിയ പാഠം, പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഇവിടെ നിങ്ങൾ നോക്കാം എന്താ സംഭവം എന്ന്. ഈ പെർഫോമൻസിന് നിങ്ങൾ, ഞാൻ ബ്രാക്കറ്റൊന്നും ഇടാത്ത ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു വരി നോക്ക്, ആ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള പെർഫോമൻസ് ഈസ് ദി യൂഷ്വൽ മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ്. ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക, നിർവഹിക്കുക. ഇഫ് ദി പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് ഹാവ് ഡൺ വാട്ട് ദേ ഹാഡ് അണ്ടർടേക്കൻ ടു ഡു. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം അത് ഇപ്പം നമ്മളങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. എന്തനുസരിച്ച്? നമ്മൾ തീരുമാനിച്ച ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച്. അതാണ് ആക്ച്വലി അതിൻ്റെ അർത്ഥം. അത് ആദ്യത്തെ 2 വരി തന്നെ ഉണ്ട്. ഞാൻ താഴെ അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷനായിട്ട് കൊടുത്ത സാധനം ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ദി പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് മസ്റ്റ് ഐദർ പെർഫോം ഓർ ഓഫർ ടു പെർഫോം ദെയർ റെസ്പെക്റ്റീവ് പ്രോമിസസ്. ഓൾറെഡി നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യം നമ്മളിപ്പം എന്ത് ചെയ്യുന്നു? പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ പെർഫോം ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുക. അതാണ് എന്ത്? പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഗ്രി ചെയ്ത കാര്യം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ്. ഇനി പെർഫോമൻസ് 2-3 തരത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ടൈപ്പ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസ് മേ ബി ഐദർ ആക്ച്വൽ പെർഫോമൻസ് ഓർ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ആക്ച്വൽ പെർഫോമൻസും ഉണ്ട്, അറ്റംപ്റ്റഡ് പെർഫോമൻസും ഉണ്ട്. എന്താ ആക്ച്വൽ പെർഫോമൻസ്? എ പാർട്ടി ടു എ കോൺട്രാക്റ്റ് ഈസ് സെഡ് ടു ഹാവ് ആക്ച്വലി പെർഫോംഡ് ഹിസ് പ്രോമിസ് വെൻ ഹി ഹാസ് ഡൺ വാട്ട് ഹി ഹാസ് അണ്ടർടേക്കൻ ടു ഡു. എന്താണോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്, ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാമെന്നാണോ കോൺട്രാക്റ്റിൽ പറഞ്ഞത് അത് കൃത്യമായിട്ട് ഞാനതങ്ങ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പെർഫോമൻസ് കോൺട്രാക്റ്റ്, ആക്ച്വൽ പെർഫോമൻസ് കോൺട്രാക്റ്റ്. ആക്ച്വലി പെർഫോംഡ് ബൈ വൺ പാർട്ടി. പറഞ്ഞ സംഗതി അങ്ങനെ തന്നെ അയാൾ പെർഫോം ചെയ്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് നടത്തി. ഓക്കെ, ഇവിടെ നോക്ക്, ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഉദാഹരണമൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഉദാഹരണം വായിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇവിടെ ഒന്നുമില്ല, എഗ്രിമെൻ്റ് ആദ്യം വെക്കുന്നു, ഞാൻ എന്ത് ചെയ്യാമെന്നാണോ എഗ്രിമെൻ്റ് പറഞ്ഞത് ആ സംഗതി ഞാനിവിടെ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആക്ച്വൽ പെർഫോമൻസ്. ഓക്കെ, ഇനി അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഓർ ടെൻഡർ എന്ന് പറയും. ഇവിടെ എന്താ പറയുന്നത്? വേർ എ പ്രോമിസർ ഹാസ് മെയ്ഡ് ആൻ ഓഫർ ഓഫ് പെർഫോമൻസ് ടു ദി പ്രോമിസി. പ്രോമിസർ, പ്രോമിസി അറിയാലോ, ഓഫർ, ഓഫറി പഠിച്ചോർമ്മയില്ലേ? ഞാൻ പ്രോമിസ് ചെയ്യുന്നു മറ്റൊരു വ്യക്തിയോട് അല്ലേ, അപ്പോൾ ഞാൻ പ്രോമിസറും അയാൾ പ്രോമിസി ആണ്. ഇപ്പോൾ ഇവിടെ നോക്ക്, വേറെ പ്രോമിസർ ഹാസ് മെയ്ഡ് ആൻ ഓഫർ, ഞാനൊരു ഓഫർ കൊടുക്കുകയാണ്, ഓഫ് പെർഫോമൻസ് ടു ദി പ്രോമിസി. ആരോട്? മറ്റേ വ്യക്തിയോട്, പ്രോമിസിയോട്. ആൻഡ് ദി ഓഫർ ഹാസ് നോട്ട് ബീൻ ആക്സെപ്റ്റഡ് ബൈ ദി പ്രോമിസി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്ത്? അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ ഓഫർ സ്വീകരിക്കാൻ ആര് തയ്യാറാകുന്നില്ല? പ്രോമിസി തയ്യാറാകുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അതിനാ പറയാണ് ഇറ്റ് ഈസ് കോൾഡ് ആൻ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ഞാൻ അവിടെ ഒരു ശ്രമം നടത്തിയിട്ടേ ഉള്ളൂ, അത് പെർഫോം ചെയ്തിട്ടില്ല. ആക്ച്വലി നോട്ട് ഹാപ്പൻഡ്. അവിടെ പെർഫോം ചെയ്യണമെങ്കിൽ എൻ്റെ ഓഫർ ആര് ആക്സെപ്റ്റ് ചെയ്യണോ? പ്രോമിസി ആക്സെപ്റ്റ് ചെയ്യണം, എങ്കിലേ അതൊരു കോൺട്രാക്റ്റ് തന്നെ ആകുന്നുള്ളൂ എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇത് എല്ലാം ഒരുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ പഠിച്ച ഒന്നാമത്തെ പാഠം മുതൽ ഈ അവസാനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരെ എല്ലാം ഒന്ന് തന്നെയല്ലേ പറയുന്നതെന്ന് ഫീൽ ചെയ്യും. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം, ഡിഫറൻസ് എല്ലാത്തിലും ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ അതാണെന്ത്? അറ്റംപ്റ്റ്. അവിടെ ഒരു ശ്രമം നടത്തിയിട്ടേ ഉള്ളൂ, ആക്ച്വലി നടന്നിട്ടില്ല.
അറ്റംപ്റ്റ്, ഒരു ശ്രമിക്കുക അല്ലേ, അത് ചെയ്തിട്ടില്ല, ഒരു ശ്രമം നടത്തുക. വേണമെങ്കിൽ ഒരു ഉദാഹരണം അവിടെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എഴുതിയെടുത്തോ. ഒന്നുമില്ല, അത് ചെയ്യാൻ നോക്കിയിട്ടേ ഉള്ളൂ, അത് മറ്റേ ആൾ സ്വീകരിച്ചില്ല എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടാകുക. അതിന് ഈ ഉദാഹരണം എഴുതാനൊന്നുമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കരുത്. മനസ്സിലായില്ലേ? ഈ അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്ന സംഗതി എന്തുണ്ട്, 2 തരത്തിലുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. നോക്ക്, വേർ ദി അറ്റംപ്റ്റഡ് ഓഫർ ഇൻവോൾവ് ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഈസ് നോൺ ആസ് ടെൻഡർ ഓഫ് ഗുഡ്സ്. ഞാൻ നിങ്ങൾക്ക് ഇന്നേ സാധനം വിൽക്കാം അല്ലെ ഇന്നേ സർവീസ് ചെയ്തു തരാം എന്നാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിക്കുക. അതാണ് മറ്റേ ആൾ പറഞ്ഞ എനിക്കിൻ്റെ സാധനം വേണ്ട എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയും. സിംപ്ലി അത്ര മാത്രം നിങ്ങൾ എഴുതിയെടുത്തായി. ഓക്കെ. ഇനി ടെൻഡർ ഓഫ് മണി. ഇഫ് ദി അറ്റംപ്റ്റഡ് പെർഫോമൻസ് ഈസ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് മണി ഇറ്റ് ഈസ് നോൺ ആസ് ടെൻഡർ ഓഫ് മണി. ഞാൻ പറയുന്നത്, ഞാൻ നിനക്കൊരു പൈസ തരാം, ഇനി ഇത് ഇന്നേ കാര്യത്തിന് ഉപയോഗിച്ചോ. അപ്പോൾ അത് അവിടെ ഭാവിയിൽ ഇനി ഇത് തിരിച്ചു തരണമെന്നോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇനി എനിക്കിത് ഇങ്ങനെ ചെയ്തു തരണോ എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടാം. പക്ഷേ ഞാൻ ആ സംഗതി പറഞ്ഞപ്പോൾ തന്നെ മറ്റേ ടീം പറയുകയാണെന്ത്, ഞാനില്ല, നിൻ്റെ ഓടി കോൺട്രാക്റ്റിന്. ആദ്യത്തേലൊരു സംഗതി ഗുഡ്സ് തരാം അല്ലെങ്കിൽ സേവനം ചെയ്തു തരാം എന്നാണ് പറയുന്നത്, അത് അയാൾ നിരസിച്ചു. അതാണെന്ത്, ടെൻഡർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടെൻഡർ ഓഫ് മണി എന്ന് പറയുന്നത്, ഞാൻ നിനക്കൊരു പൈസ തരാം, നിശ്ചിത പൈസ തരാം, നീ എനിക്ക് ഇങ്ങനെ ചെയ്ത് തന്നാൽ മതി എന്ന് പറയാണ്. അല്ലെങ്കിൽ നിനക്ക് ഈ പൈസ എടുത്തിട്ട് ഇന്നേ കാര്യം ചെയ്യാം, ഭാവിയിൽ നീ എനിക്ക് ഇങ്ങനെ തിരിച്ചു തന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ടെൻഡർ ഓഫ് മണി എന്നാണ് പറയുക. ഇത് രണ്ടും എന്തിൻ്റെ ഭാഗമാണ്, അറ്റംപ്റ്റഡ് പെർഫോമൻസിൻ്റെ ഭാഗമാണ്. ഓക്കെ. ഉദാഹരണം അവിടെ അങ്ങനെ തന്നെ എഴുതി വെച്ചോ, സിമ്പിളായിട്ട് മതി. ഈ കാണുന്ന കംപ്ലീറ്റ് ഒന്ന് എഴുതി വെക്കാൻ പോറതേ, ബ്രാക്കറ്റ് ഇട്ട് ഞാൻ എന്താണോ പറഞ്ഞത് അത് മാത്രം. ഓക്കെ. ഇനി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ടെൻഡർ. ഈ ടെൻഡറിൻ്റെ ചില എസെൻഷ്യലായിട്ടുള്ള സംഗതികൾ അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി അൺകണ്ടീഷണൽ. അതായത് ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്ന സംഗതി വാലിഡ് ആയിരിക്കണമെങ്കിൽ അതെന്തായിരിക്കണം, അൺകണ്ടീഷൻ ആയിരിക്കണം. ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു കോൺട്രാക്റ്റേ ഇല്ല, ഒരു ശ്രമം നടത്തിയിക്കേ ഉള്ളൂ. അത് തന്നെ വാലിഡ് ആയിരിക്കണമെങ്കിൽ അൺകണ്ടീഷണൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒരു അറ്റംപ്റ്റഡ് പെർഫോമൻസ് നടത്തിക്കഴിഞ്ഞാൽ അതെന്താണ്, വാലിഡ് അല്ല അല്ലേ. അപ്പോൾ ഈ അറ്റംപ്റ്റഡ് പെർഫോമൻസ് തന്നെ അത് കോൺട്രാക്റ്റിലേക്ക് എത്തിയിട്ടില്ല, മറ്റാൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഒന്ന് നിരസിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോൺട്രാക്റ്റ് ആയിട്ടില്ല, അഗ്രിമെൻ്റ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനൊരു കോൺട്രാക്റ്റ്, ഒരു അറ്റംപ്റ്റഡ് നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ അത് അൺകണ്ടീഷണൽ അല്ലെങ്കിൽ അതെന്തായിരിക്കും, ഇൻവാലിഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ കണ്ടീഷൻ വെച്ചിട്ടാണ്, എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ ഒരു ഗുഡ്സ് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മണി ഓഫർ ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, അൺകണ്ടീഷൻ ആയിരിക്കും, അല്ല കണ്ടീഷണൽ ആയിരിക്കും, അത് ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ അൺകണ്ടീഷണൽ ആയിരിക്കണം എന്ത്, ഈ അറ്റംപ്റ്റഡ് പെർഫോമൻസ്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ എഴുതിയതാ, എ ഓഫർ ടു ഡെലിവർ 250 ബാഗ് ഓഫ് റൈസ് ടു ബി ഇഫ് ഹി സെൽ ഹിസ് കാർ ടു എ. എൻ്റെ കാർ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് 250 ചാക്ക് അരി തരാമെന്ന് പറയുന്നു. ഈ ഉദാഹരണമൊന്നും കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ അരിക്ക് പകരം കാറിന് പകരം എല്ലാം വേറെ എന്തെങ്കിലും സാധനം ആക്കിയാലെല്ലാം സംഭവം അങ്ങനെ തന്നെയാണ്. ഇത് കണ്ടീഷനാണ്, കാറ് തന്നു കഴിഞ്ഞാൽ എനിക്ക് അരി തരാമെന്ന് പറയുന്നു അല്ലേ, അങ്ങനെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പൈസ വേറെ തന്നെ ഉണ്ടാവുമേ, അതിന് പുറമെയാണ് എന്ത് ചെയ്യുന്നത്, കാറ് തന്നു കഴിഞ്ഞാൽ ഇത് തരാം എന്നൊക്കെ പറയുന്നത്, അത് ഇൻവാലിഡാണ്. ഇനി വേറെ തന്നെ ഒരു പാടാണ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നോക്ക്, എ വാലിഡ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് സെർട്ടൻ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ദി പാർട്ടീസ് ഹു എൻ്റർ ഇൻ ടു ഇറ്റ്. ഒരു വിലയുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് രണ്ട് പാർട്ടികൾക്കും ചില അവകാശവും ചില ഉത്തരവാദിത്വവും നൽകുന്നുണ്ട്.
അല്ലേ? അപ്പോൾ കോൺട്രാക്റ്റ് ഈസ് സെറ്റ് ടു ബി ഡിസ്ചാർജ്ഡ് ഓർ ടെർമിനേറ്റഡ്. അത് കൃത്യമായിട്ട് ആ അവകാശങ്ങളും ആ ഉത്തരവാദിത്തങ്ങളും രണ്ട് വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് പാലിക്കപ്പെടുമ്പോഴേ അതെന്ത് ചെയ്യുന്നുള്ളൂ, അത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഡിസ്ചാർജ് എന്ന്. ഇവിടെ ഒരു പാഠം തന്നെ വേറെ തന്നെ അങ്ങനെ തന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിസ്ചാർജ് ഏതൊക്കെ തരത്തിലാവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മോഡ് ഓഫ് ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്റ്റ് ബൈ പെർഫോമൻസ്, കംപ്ലീറ്റ് പറഞ്ഞ പ്രകാരം അത് പെർഫോം ചെയ്യുമ്പോൾ അത് ഡിസ്ചാർജായി, ഫുൾഫില്ലായി. ബൈ എഗ്രിമെൻറ്റ്, എഗ്രിമെൻറ്റിൽ അറിയിച്ച പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇനി സമയം കഴിഞ്ഞത് പ്രകാരം അത് ഡിസ്ചാർജായി, അല്ലേ? ഈ സമയത്തിനുള്ളിൽ അടുത്ത ഇന്ന് 1-ാം തീയതി മുതൽ അടുത്ത 1-ാം തീയതി എന്ന് വരെയാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റിൻ്റെ ടൈം പറഞ്ഞു തന്നിരിക്കുക. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ അതെന്താവും, അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റഡ് ആവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് ലാപ്സ് ആവും, നഷ്ടപ്പെടും. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ, ആ സമയം പറഞ്ഞ പ്രകാരം, സമയം കഴിഞ്ഞ പ്രകാരം അത് ഡിസ്ചാർജായി. ഇനി നിയമപ്രകാരം അതെന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആവും. ഇനി പെർഫോം ചെയ്യാൻ പറ്റാത്തത് കാരണം അത് ഡിസ്ചാർജ് ആവും, അല്ലേ? ഇവിടെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്ത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്താണ് എന്ന്. അത് എക്സിക്യൂട്ടഡ് ആയിരിക്കാം, ചിലപ്പോൾ എക്സിക്യൂട്ടഡ് അല്ലായിരിക്കാം. ഓക്കെ, അങ്ങനെയും ചിന്തിക്കണേ. ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്, ഇനി എന്ത് ചെയ്യുന്നു, അത് കോൺട്രാക്റ്റ് രണ്ട് പാർട്ടിയും ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ലംഘനം നടത്തി, അത് പ്രകാരം എന്ത് ചെയ്യുന്നു, അത് ബ്രേക്കായി, ബ്രീച്ചായി, ലംഘിക്കപ്പെടും, അല്ലേ? കോൺട്രാക്റ്റ് ക്യാൻസലായി പോകും. അതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പം ഈ 6 പോയിൻ്റ് നമ്മളൊന്ന് നന്നായിട്ട് പഠിച്ച് വെക്കണം. കൃത്യമായിട്ട് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക. ബൈ പെർഫോമൻസ്, ബൈ എഗ്രിമെൻറ്റ്, ബൈ ലാപ്സ് ഓഫ് ടൈം, ബൈ ഓപ്പറേഷൻ ഓഫ് ലോ, ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്, ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ജസ്റ്റ് ഓരോ എക്സ്പ്ലനേഷൻ. ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ, when the parties to a contract fulfill their obligation arising under the contract within time and if the matter is prescribed, it is known as described by performance. പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ പ്രകാരം കൃത്യമായിട്ട് രണ്ടാളും അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് പെർഫോം ചെയ്യുമ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്താണോ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചത് അത് പ്രകാരം ഞാൻ എൻ്റെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്തു, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്തു. എനിക്കുള്ള റൈറ്റ്സ് കൃത്യമായിട്ട് അതിലൂടെ കിട്ടി, അദ്ദേഹത്തിനുള്ള റൈറ്റ്സ് കൃത്യമായിട്ട് ആ കോൺട്രാക്റ്റിലൂടെ കിട്ടി. അവകാശം, അതാണ് റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. റൈറ്റ്സ്, RIGHTS. ദാറ്റ് ഈസ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. പെർഫോം ചെയ്തത് പ്രകാരം അത് ഡിസ്ചാർജായി, പെർഫോംഡായി. ഓക്കെ, ഇനി ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ്. ഇവിടെ നോക്ക്, ആസ് എ കോൺട്രാക്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡിസ്ചാർജ്ഡ് ഓർ ടെർമിനേറ്റഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഓർ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് കൺസേൺഡ്. ഈ രണ്ട് വ്യക്തികളും തമ്മിൽ മ്യൂച്വലി തീരുമാനിക്കുക, നമുക്കിത് നിർത്താം, ഒഴിവാക്കാം, അല്ലേ? അങ്ങനെ മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം അവർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ രണ്ടാളെ സമ്മതപ്രകാരം അത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഒക്കെ പറയാം. നമ്മളിവിടെ എന്ത് പറയും, ഡിസ്ചാർജ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. രണ്ടാളുടെയും സമ്മതപ്രകാരം അതിങ്ങനെ പെർഫോം ചെയ്തു അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തു ഒക്കെ പറയാം. അപ്പോൾ ഇവിടെ ഇത് പല ടൈപ്പിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺസെൻറ്റ് എന്നുള്ളത് പല തരത്തിലുണ്ട്. അപ്പം നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് നോക്കാം. അതിലൊന്നാമതാണ് നോവേഷൻ. നിങ്ങൾ എഴുതി വെക്കണേ, നോവേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പകരം മറ്റൊന്ന് എന്നാണ് അർത്ഥം. നോവേഷൻ മീൻസ് ദാറ്റ് എ ന്യൂ കോൺട്രാക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ്. ഞാനും ഒരു വ്യക്തിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയുന്നു മ്യൂച്വലി, എന്നിട്ട് പകരം മറ്റൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ ആദ്യത്തേന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കോൺട്രാക്റ്റ്. അപ്പോൾ ആദ്യത്തെ രണ്ടുപേരും മ്യൂച്വലി ഒഴിവായി. രണ്ടുപേർക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ സമയം കൊണ്ടായിരിക്കും, ചിലപ്പോൾ സ്ഥലം കൊണ്ടായിരിക്കും, ചിലപ്പോൾ
മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അത് അവരെ ഒഴിവാക്കിയത്. ഇപ്പോൾ രണ്ടുപേർക്കും പ്രയാസമുള്ളതുകൊണ്ട് അവർ മ്യൂച്വലി സമ്മതത്തോടു കൂടിയാണ് അത് ഒഴിവാക്കിയത്. എന്നിട്ട് മറ്റൊന്ന് എന്ത് ചെയ്യുന്നു, അതിന് പകരമായിട്ട് വെക്കുന്നു. ഇതാണ് നോവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ബ്രാക്കറ്റിലിട്ടൊന്ന് എഴുതിയെടുക്കണേ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ്, അത്രയും മതി ശരിക്കും ഒരു പോയിൻ്റായിട്ട്. പക്ഷേ തീരെ ചെറുതായി പോകും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ബ്രാക്കറ്റ് വരെ എഴുതി എടുക്കാം. അപ്പോൾ ഇവിടെ സെയിം പാർട്ടിയാണ് അല്ലേ, രണ്ടാൾക്കാരും ഓൾറെഡി ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ തന്നെയാണ് ഇവിടെ, പിന്നെ ലീഗലിയാണ് ഇവിടെ പുതിയതായിട്ട് കോൺട്രാക്റ്റ് വെക്കുന്ന ഒക്കെ റെഡിയാണ്. അതാണ് ആ ബ്രാക്കറ്റിൽ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ അവിടെ ഉണ്ട്. എക്സ് ഈസ് ഇൻഡപ്റ്റഡ് ടു വൈ ആൻഡ് വൈ ടു സെഡ് ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ്. Y's debt to Z and X loan to Y are cancelled and Z accept X as his debtor. There is novation involving change of parties. ഓക്കെ, അത് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോ. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവുമേ. ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി നോവേഷൻ്റെ അകത്ത് എന്തൊക്കെ മസ്റ്റായിട്ടും വേണം എന്നൊക്കെ അവിടെ ഉണ്ട്. അത് നിങ്ങൾ വേണമെന്നില്ല. മ്യൂച്വൽ കൺസെൻറ്റ് വേണം, അല്ലാണ്ട് ഒരാൾ മാത്രം തീരുമാനിച്ചാൽ നടക്കില്ല. ന്യൂ കോൺട്രാക്റ്റ് മറ്റേതിന് പകരം വേണം അല്ലേ. അത് ഒറിജിനൽ കോൺട്രാക്റ്റ് ആദ്യത്തെ കോൺട്രാക്റ്റിൻ്റെ സമയം തീരുന്നതിന് മുന്നേ തന്നെ അതിന് പകരമായിട്ട് പുതിയൊന്ന് വെക്കണം. അതൊക്കെയാണ് പറഞ്ഞത് ABC. അത് നിങ്ങൾ ജസ്റ്റ് എഴുതിയെടുത്തോ. അത് ഓൾറെഡി മോൾ പറഞ്ഞ പോയിൻ്റ് തന്നെയാണത്. ഇനി രണ്ടാമതാണ് റിസഷൻ. റിസഷൻ്റെ അർത്ഥം ഞാൻ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. റിസഷൻ റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു എന്ത്, നോവേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പെർഫോം ചെയ്തിട്ട് തന്നെ അത് ഫുൾഫില്ലായിട്ട് തന്നെ ഒഴിവായത് ആയിരിക്കണം എന്നില്ല. അത് ഒഴിവായിപ്പോയത് എങ്ങനെയായാലും, ചിലപ്പോൾ ക്യാൻസലായി പോയാലും അതിന് നമുക്ക് എന്ത് പറയാം, ഡിസ്ചാർജ് എന്ന് പറയാം എന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണേ. ഒരു സംഗതി കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യുമ്പോഴും അതിനെ ഡിസ്ചാർജ് എന്ന് പറയും, പെർഫോം ചെയ്യുമ്പോഴും അതിനെ ഡിസ്ചാർജ് എന്ന് പറയും. ഒരു സംഗതി ക്യാൻസലായി പോകുമ്പോഴും അതിനെന്ത് പറയും, ഡിസ്ചാർജ് എന്ന് പറയും. അപ്പോൾ ഇവിടെ റദ്ദ് ചെയ്യുന്നത്, റിസഷൻ എന്നുള്ളത് ക്യാൻസലാണ്. ഒരു കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുക. റിസഷൻ റിസൾട്ട് ഇൻ എ ഡിസല്യൂഷൻ ഓഫ് എ കോൺട്രാക്റ്റ് പിരിച്ചു വിടുക. തൊട്ട് മുകളിൽ പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും അതിന് പകരം മറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, പിരിച്ചു വിടുകയാണ്. ഇഫ് ദി പാർട്ടീസ് ടു എ കോൺട്രാക്റ്റ് അഗ്രീസ് ടു റെസ്കിൻഡ് ഇറ്റ്, ദി ഒറിജിനൽ കോൺട്രാക്റ്റ് നീഡ് നോട്ട് ബി പെർഫോമഡ്. അതായത് ആ കോൺട്രാക്റ്റ് നമ്മൾ രണ്ടാളും ഒഴിവാക്കുക. നമുക്ക് രണ്ടാൾക്കും വലിയ ഗുണമില്ല എന്ന് മറ്റേ ഒഴിവാക്കുന്നതാണ്. തൊട്ട് മുകളിൽ പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മറ്റൊന്ന് പുതിയത് പകരം വരുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നുണ്ട് ആദ്യത്തെ കോൺട്രാക്റ്റ് തീരുന്നതിൻ്റെ ഉള്ളിൽ ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ. ഓക്കെ, ദാറ്റ് ഈസ് റിസഷൻ. ഇനി ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ്. ഈ റിസഷനും രണ്ടാളും തീരുമാനിച്ചിട്ട് തന്നെയാണ് നടത്തുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ ഈ ബിയിൽ 1 എന്ന് പറഞ്ഞിട്ടാണ് മ്യൂച്വൽ കൺസെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയത്. ബി അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് 2 എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 പോയിൻറ്റും കൂടെ എഴുതിയെടുക്കാം. ഈ രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ സബ്ബാണ് ശരിക്കിത്. ഓക്കെ, മ്യൂച്വൽ കൺസെൻറ്റോടുകൂടിയാണ് ഓൾറെഡി നമ്മൾ ഇവിടെ റിസഷൻ്റെ ഉള്ളിൽ പറഞ്ഞ്. അപ്പോൾ അത് തന്നെയാണ് രണ്ടാളും തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനി ബൈ അഗ്രീവ്ഡ് പാർട്ടി, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടും അത് എന്ത് ചെയ്യുക, റിസഷൻ ചെയ്യാം. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്കാണ് അവിടെ നഷ്ടം വരാനുള്ള സാധ്യത ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പം പറയുകയാണെന്ത്, ഇത് ഒഴിവാക്കണം. എന്ത് കാരണം നിങ്ങൾക്കിത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മാരക പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ് എന്ന് പറയാണ്. അപ്പോൾ മറ്റേ ആൾ സമ്മതിക്കുകയാണ്. ഓക്കെ, മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ബ്രീച്ചാവും, ക്യാൻസലാവും. ക്ലിയർ. ഇനി 3, ബൈ ഫെയിലിയർ ടു പെർഫോം ഒബ്ലിഗേഷൻ. അവിടെ എന്താ പറഞ്ഞത്, വെൻ എ പാർട്ടി ടു എ കോൺട്രാക്റ്റ് ഫെയിൽസ് ടു പെർഫോം ഹിസ് ഒബ്ലിഗേഷൻ അണ്ടർ കോൺട്രാക്റ്റ്. ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആകുന്നു, പരാജയപ്പെടുകയാണ്. ഇവിടെ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തുണ്ട്, നഷ്ടപരിഹാരം കൊടുക്കേണ്ട സിറ്റുവേഷനൊക്കെ വരികയെ. അതിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല, അതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്.
പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, റിസഷനെ കുറിച്ചാണ്. അത് ഒരു വ്യക്തി ഫെയിലായി കഴിഞ്ഞാൽ അത് റിസഷനാണ്, ക്യാൻസലാണ്, അത് പെർഫോം ചെയ്യാതെ ആകും, അത് എന്താണ്, ഡിസ്ചാർജാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി റിസഷൻ കഴിഞ്ഞ് മറ്റൊന്ന് ആൾട്രേഷൻ. ആൾട്രേഷൻ എന്താ? അപ്പോൾ റിസഷൻ്റെ ഉള്ളിൽ പെടുന്ന 3 പോയിൻ്റാണ് ഇപ്പം പറഞ്ഞത്. എന്ത് ഇപ്പം പറഞ്ഞ 1, 2, 3 എന്നുള്ള സാധനം. അത് നിങ്ങൾ അതിൻ്റെ സബ്ബായിട്ട് തന്നെ വേറെ തന്നെ നോട്ടിൽ എഴുതിയെടുക്കണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരൊറ്റ വരി എഴുതി എടുത്താൽ മതി. ഈ ടെസ്റ്റ് കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതി തിരികെയില്ല, അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇനി സി, ആൾട്രേഷൻ. ആൾട്രേഷൻ ഓഫ് കോൺടാക്റ്റ് മേ ടേക്ക് പ്ലേസ് വെൻ വൺ ഓർ മോർ ഓഫ് ദി ടേം ഓഫ് ദി കോൺടാക്റ്റ് ആൾട്ടേർഡ് ബൈ ദി മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് ദി പാർട്ടീസ് ടു ദി കോൺടാക്റ്റ്. ഓൾട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതി വരുത്തുക. ഷർട്ടും ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ടർ ചെയ്യൂലേ? എന്നാ ചെയ്യുക? ഓൾട്ടർ ചെയ്യുക, ചേഞ്ച് വരുത്തുക, മാറ്റം വരുത്തുക, നമുക്ക് വേണ്ട അനുസരിച്ചുള്ള മാറ്റം. ഇവിടെ ഓൾട്രേഷൻ നടക്കുന്നത് 2 വ്യക്തിയും മ്യൂച്വലി എഗ്രീഡ് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തുക. അപ്പോൾ ആദ്യത്തെ കോൺടാക്റ്റ് എന്താവും? ക്യാൻസലായി പോവും. പിന്നെ ഈ ചേഞ്ചസ് വരുത്തിയ സാധനമാണ് എന്ത് ചെയ്യുന്നത്? പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇവിടെ ഒറിജിനലി കോൺട്രാക്റ്റ് ക്യാൻസലൊന്നും ചെയ്യുന്നില്ല, വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അതാണ് ഓൾട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അത് നിങ്ങൾ സി വരെ എഴുതിയാൽ മതി, റെമിഷനൊന്നും വേണ്ട. അത്രയും പോയിൻ്റ് അതിൽ ഉൾക്കൊള്ളിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട 3ാമത്തെ പോയിൻ്റ്, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം. അത് നിങ്ങൾ ആദ്യം ആ പോയിൻ്റ് എല്ലാം 6 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 5 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അതിലുള്ള മെയിൻ പോയിൻ്റ് 3 എന്നുള്ളത്. ഓക്കെ, അത് എഴുതി വെക്കണേ വരണേ. When a period is specified for the performance of the contract is known as period of limitation. The Limitation Act 1963. നിയമം ഇല്ലാത്തൊരു സംഗതി ഇന്ത്യയിലില്ല കേട്ടാ. പറഞ്ഞ സമയം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇത്ര സമയത്തിനുള്ളിൽ, അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യണം, അതിനാണ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ഒരു പരിധിയുണ്ട് അല്ലേ, പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അതെങ്ങനെയാണ്, അതിനെപ്പറ്റി ഇന്ത്യയിൽ കൃത്യമായിട്ട് നിയമം പറയുന്നുണ്ട്. ലിമിറ്റേഷൻ ആക്ട് എന്ന് മറ്റേ അത് വേറെ ഉണ്ട്, അത് നമുക്ക് വേണ്ട. എന്തായാലും ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, ഇഫ് ദി കോൺട്രാക്ട് ഈസ് നോട്ട് പെർഫോംഡ് ആൻഡ് ഇഫ് നോ ലീഗൽ ആക്ഷൻ ഈസ് ടേക്കൺ ബൈ ദി പ്രോമിസി വിത്തിൻ ദി പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. ആ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടതും, അതിൻ്റെ ഉള്ളിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ ബൗണ്ട് ചെയ്യപ്പെടുന്നതും, അതിനെതിരെയാണ് ലീഗൽ ആക്ഷൻ എടുക്കേണ്ടതും ഒക്കെ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ, ഡിസ്ചാർജ് ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. സമയം വൈകിയത് കൊണ്ട് സംഗതി ഡിസ്ചാർജായി, പറഞ്ഞ സമയത്തിനുള്ളിൽ പെർഫോം ചെയ്യാത്തത് കൊണ്ട് സംഗതി ക്യാൻസലായി എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. ഇനി അതിൻ്റെ ഉദാഹരണം അവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ, കുഴപ്പമില്ല, സിമ്പിൾ സാധനമാണ്, ഇത് മനസ്സിലാവും. ഞാനിവിടെ 4ാമത്തേലേക്ക് പോവാണ്. ഡിസ്ചാർജ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നിയമപരമായിട്ട് അത് ഡിസ്ചാർജ് ആകുവാണ്. അത് ഏതൊക്കെ കേസിലാണ്? ഒന്ന്, ഒരാൾ ഡെത്ത് ആവുകയാണ്. അതായത് ഒരു വ്യക്തി, നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തില്ല, സാധുതയില്ല. അല്ലെ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവണം എന്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആബ്സെൻസിൽ ഇത് ചെയ്യാൻ ഇന്നയാൾ ബാധ്യസ്ഥനാണ്, എൻ്റെ മകൻ ബാധ്യസ്ഥനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനി ഇങ്ങനെയൊന്നും പറയാത്തൊരു കേസിൽ ഡെത്ത് നടക്കുമ്പോൾ ഡിസ്ചാർജ് ആവും. ഓക്കെ. അതുപോലെ ഇൻസോൾവൻസി എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി വളരെ വ്യക്തമായിട്ട് പഠിച്ച സംഗതിയാണ്. അപ്പോൾ ഒരു വ്യക്തി എന്തെന്ന് ഇൻസോൾവൻ്റ് ആകുമ്പോൾ, പാപ്പരാകുമ്പോൾ, ഓക്കെ, അങ്ങനെയുള്ള കേസിൽ അത് ഡിസ്ചാർജ് ആവും. ഇനി മെറ്റീരിയൽ ആൾട്രേഷൻ, ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് തിരുത്തുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താകുന്നത്, അത് ഡിസ്ചാർജ് ആവും. അപ്പോൾ അത് 3ഉം അതിൻ്റെ സബ് പോയിൻ്റാണ്. ഇത് നിയമപരമായിട്ടുള്ള ഡിസ്ചാർജിൻ്റെ സബ് പോയിൻ്റാണ് ഡെത്തും ഇൻസോൾവൻസും മെറ്റീരിയൽ ആൾട്രേഷനും. ആ 3 പോയിൻ്റ് അതിൽ നിങ്ങൾ എഴുതേണ്ടത് ഉള്ളൂ, താഴെയുള്ളത് എഴുതേണ്ട കാര്യം ഇല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും സംഗതി നിങ്ങളതിൽ ഓർമ്മിച്ച് വെക്കണം. ഇനി അതിലുള്ള ലാസ്റ്റ് പോയിൻ്റാണ് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്.
പെർഫോം ചെയ്യാൻ പറ്റാത്തത് കാരണം ഡിസ്ചാർജ് ആകുക. ഇമ്പോസിബിളാണ്. നമ്മൾ ഏർപ്പെട്ട കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നു, നിർവഹിക്കാൻ പറ്റാത്ത കാരണം ആദ്യം ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ പിന്നീട് പാസേജ് ഓഫ് ടൈം, കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയിലേക്ക് മാറുകയാണ്. അങ്ങനെയാണെന്ന് പറയുന്നത് ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി. ഓക്കെ. ഇനി ചിലപ്പോൾ തുടക്കത്തിലേ നടക്കില്ല എന്നുള്ള ചിന്തയിലാണ് അവർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അല്ലേ. പക്ഷെ അവർക്കറിയാം 99% നടക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്ന് പറയും. ഓക്കെ. അതാണ് ഇവിടെ ഞാൻ ഇപ്പം പറഞ്ഞ പ്രകാരമുള്ളത് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റി. തുടക്കം തന്നെ നമുക്കറിയാം നടക്കില്ല, എന്നാലും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഓക്കെ. ഇനി അതിൽ തന്നെ നോൺ ഇമ്പോസിബിലിറ്റി, അൺനോൺ ഇമ്പോസിബിലിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ നടക്കില്ല എന്ന് അറിയാം, ഇനി അറിഞ്ഞൂടായിരുന്നു, പക്ഷേ സംഭവം അങ്ങനെ ഉണ്ട്, തുടക്കത്തിലേ നടക്കില്ല എന്നുള്ളത്, പക്ഷേ അവർക്ക് അറിഞ്ഞൂടായിരുന്നു പാർട്ടിക്ക്. അതാണ് ബി പറയുന്നത്. ഇനി അത് അവർക്ക് അറിയാം എന്നുള്ളതാണ് നോൺ ഇമ്പോസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ. അത് രണ്ടും വേണമെങ്കിൽ നിങ്ങളതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കുക, നല്ലതാണ്. അപ്പോൾ ഇത്രയും സംഗതിയാണ്. ആ 1, 2 മാത്രം എഴുതിയാൽ മതി കേട്ടോ, 3 ഒന്നും എഴുതണ്ട. എന്ത്, ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ചിലപ്പോൾ എസ്സേക്ക് ചോദിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് ഉണ്ട്. ഓക്കെ. ഇത്രയും ഈ 3 വീഡിയോസും നിങ്ങൾ കൃത്യമായിട്ട് കാണണം. താങ്ക് യു.